നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, ഞാനിപ്പോൾ UK-യിലാണുള്ളത്. ലണ്ടൻ നഗരത്തിൽ വിംബിൾഡൺ എന്ന ഒരു ചെറിയ നഗരത്തിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് പരിമിതിയുണ്ട്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ലൈറ്റൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വളരെ അടുത്ത എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. വിദ്യാ നരേഷ് ആ ഫാമിലിയോടുള്ള എൻ്റെ അഗൈതവമായ നന്ദി ഇവിടെ പ്രകാശിപ്പിക്കട്ടെ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ബുധൻ്റെ രാശിവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. ബുധൻ 1200 കുംഭമാസം 16-ാം തീയതി മുതൽ 1200 മേടം 23 വരെയുള്ള ദിനങ്ങളിൽ, അതായത് 2025 ഫെബ്രുവരി മാസം 28-ാം തീയതി മുതൽ മെയ് മാസം 7 വരെയുള്ള 90ഓളം ദിവസങ്ങളിൽ ചാരവശാൽ സഞ്ചരിക്കുന്നു. എവിടെയാണ് ബുധൻ സഞ്ചരിക്കുന്നതെന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ബുധൻ സ്വന്തം നീചരാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഏതാണ് ബുധൻ്റെ നീചരാശി? ജ്യോതിഷചക്രത്തിൽ ബുധൻ്റെ സ്വന്തം ക്ഷേത്രങ്ങളാകുന്നു മിഥുനവും കന്നിരാശിയും. മിഥുനം സ്വക്ഷേത്രവും കന്നി മൂലക്ഷേത്രവും ഉച്ചക്ഷേത്രത്തിൻ്റെയും ധർമ്മം നിർവഹിക്കുന്നു. അപ്രകാരം തന്നെ ബുധൻ്റെ നീചരാശിയാകുന്നു ഉച്ചരാശിയുടെ 7ാം ഭാവമായ മീനം രാശി. ഏത് ഗ്രഹത്തിനും സ്വക്ഷേത്രമുണ്ട്, മൂലക്ഷേത്രമുണ്ട്, ഉച്ചക്ഷേത്രമുണ്ട്, നീചക്ഷേത്രമുണ്ട്. ഉച്ചക്ഷേത്രത്തിലാണ് ബുധൻ ഏറ്റവും അധികം ഫലം പ്രദാനം ചെയ്യുക. ബുധൻ്റെ ഉച്ച അവസ്ഥ ഡിഗ്രി കന്നിമാസം 15 അതേ രീതിയിൽ ഏറ്റവും നീചമായ അവസ്ഥ മീനമാസം 15 മീനം 15-നാണ് അതിനീചത്തിലേക്ക് ബുധൻ പ്രവേശിക്കുന്നത്. ബുധൻ ഒരു നീചരാശിയിൽ പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് നാം ചിന്തിക്കണം. ബുധനെ കൊണ്ടാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രക്രിയകളും നാം ചിന്തിക്കുന്നത്. വചനം ജ്ഞാനം ഇന്തോസ്തനൂജ, വാക്കും അറിവും ഒക്കെ ബുധൻ്റെ ധർമ്മമാകുന്നു. ഓറ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓറയിൽ ബുധൻ അനാഹതം ഹൃദയചക്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ബുധൻ ദുർബലമാകുമ്പോൾ, നീചസ്ഥനാകുമ്പോൾ ഏറ്റവും അധികം മാനസികമായ സംഘർഷങ്ങളാണ് ഒരു വ്യക്തി അനുഭവിക്കുക. അയാളുടെ വിദ്യയ്ക്ക് മങ്ങലുണ്ടാകുന്നു. അയാളുടെ ബൗദ്ധികമായ തലത്തിൽ അയാൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബുധൻ രേഖാകാരകനാണ്. രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്ലാനറ്റാണ്. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുക, രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങളുണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് ബുധനെ കൊണ്ട് നാം നമ്മളുടെ മരുമക്കളെ, അനന്തരവന്മാരെയൊക്കെ ചിന്തിക്കുന്നത്. ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ ബുധൻ നീചസ്ഥനാകുമ്പോൾ ഉണ്ടാകും. രേഖാപരമായ വിഷയം, പല കാര്യങ്ങളും വഴിയിൽ മറന്നു പോവുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക, അതിലൂടെ ഓടിച്ചാടി അതിൻ്റെ പിറകെ നടക്കേണ്ടി വരിക, മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരിക, ഇതൊക്കെ ബുധൻ നീചരാശിയിൽ പ്രവേശിക്കുമ്പോഴുള്ള ഫലങ്ങളാകുന്നു. അതിനാൽ ആ വിഷയങ്ങൾക്കൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. നാം മേടം മുതൽ 12 രാശികളിലേക്കും മീനം രാശിയിലേക്കുമുള്ള ബുധൻ്റെ ചാരവശാലുള്ള മാറ്റവും എപ്രകാരം ഇത് നിങ്ങൾക്ക് പോസിറ്റീവാകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം എന്ന് നമുക്ക് ചിന്തിക്കാം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കർക്കിടകൻ രാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. കർക്കിടകൻ രാശി എന്നാൽ പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രവും ചേരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് ബുധൻ 2 ഭാവങ്ങളുടെ ആധിപത്യമുണ്ട്. 12-ാം ഭാവാധിപനും അതേ രീതിയിൽ 3-ാം ഭാവാധിപത്യവും. ബുധൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്. ബുധൻ 9-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു പ്രത്യേകതയുണ്ട്. 9-ാം ഭാവത്തിൽ ആദിത്യൻ വന്നാലും ബുധൻ വന്നാലും ശനി വന്നാലും ധർമ്മേ സുത അർത്ഥ സുഖഭാഗ്, സുഖം ശാസ്ത്രജ്ഞാനം, അർത്ഥം ധനം, സുഖം ഇതൊക്കെ അനുഭവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന സുഖം അത് ആത്മീയമായ സുഖമായിരിക്കും. അവിടെ ഭൗതിക സുഖത്തിന്, മെറ്റീരിയലായ സുഖത്തിനത്ര പ്രാധാന്യമില്ല. അവിടെ പ്രാധാന്യം സ്പിരിച്വലായ സുഖമാകുന്നു. കാരണം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ബുധോ ധർമ്മകേ ധർമ്മശീല അതിധീമാൻ. 9-ൽ ബുധൻ നിൽക്കുമ്പോൾ ധർമ്മശീല, ധാർമ്മികമായ മതപരമായ വിഷയത്തിൽ തൻ്റെ പ്രവർത്തനം പൂർണ്ണമായും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയും, അദ്ദേഹത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. അതിനാൽ
നല്ലൊരു തപസ്വി ദൈവികമായ വിഷയങ്ങളോട്, പ്രത്യേകിച്ച് തൻ്റെ ധർമ്മദൈവങ്ങളോടുള്ള ഒരു അദമ്യമായ താല്പര്യം വരുന്ന 90ഓളം ദിവസങ്ങളായിരിക്കും പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാവുക. പ്രത്യേകിച്ച് കർക്കിടക രാശിക്കാർക്ക് ഒരു പറഞ്ഞിരിക്കുന്ന ഫലം കൂടി ദൈവജ്ഞ എന്നാണ്. ദൈവം ജാനാതി ഇതി ദൈവജ്ഞ. ഭാഗ്യത്തെ അറിയുന്നവരാണ്, ദൈവികമായ വിഷയങ്ങളെ അറിയുന്നവരാണ്. ഈ സമയത്തൊക്കെ കർക്കിടകൻ രാശിക്കാർക്ക് പ്രായണ തങ്ങളുടെ ദൈവാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ഗാംബ്ലിംഗ് മുതലായ വിഷയങ്ങളിലേക്കൊക്കെ ചെന്ന് സാമ്പത്തികമായ ചില ബെനിഫിറ്റ്സൊക്കെ കിട്ടുവാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല സഹായികളെ കിട്ടുന്നു, സഹോദര ഗുണം കൂടുന്നു. പലപ്പോഴും സഹോദരങ്ങളുമായി ചേർന്ന് യാത്ര ചെയ്യുവാനോ അവരിലൂടെ തനിക്കൊരു യാത്ര തരപ്പെടുത്തുവാനോ കഴിയും. കാരണം സഹോദരപതിയായ ഗ്രഹമാണ് ജാതകത്തിൽ 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത്. സഹോദരങ്ങളെ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മളുടെ ചാരവശാലുള്ള ഈ ആയില്യം നക്ഷത്രക്കാർക്ക് 9ൽ ബുധൻ നിൽക്കുമ്പോൾ സഹോദരങ്ങൾക്ക് അത്ര നല്ല സമയമാകണമെന്നില്ല. ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക, ഗംഗയിൽ പോയി കുളിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പലപ്പോഴും കാശി, വാരാണസി മുതലായ തീർത്ഥ സന്ദർശനങ്ങൾ അല്ലെങ്കിൽ പലപ്പോഴും ഈ കുംഭമേള പോലുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനും അതിലൂടെ ഒരു ദൈവികമായ ചൈതന്യത്തിൻ്റെ പൂർണ്ണത വർദ്ധിപ്പിക്കുവാനും കർക്കിടകം രാശിക്കാർക്ക് സാധിക്കുന്നു. കുലോദ്യോതകൃത് ഭാനുവത് ഭൂമിപാലാൻ, സൂര്യനെ പോലെ തൻ്റെ കുലത്തിന് പ്രകാശമുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അതിനാൽ പലപ്പോഴും ഫാമിലിയായിട്ട് ബന്ധപ്പെടുന്ന തൻ്റെ ഫാമിലി മെമ്പേഴ്സ്, ഇവരുമായി ബന്ധപ്പെടുന്ന തൻ്റെ ഗോത്രത്തിലൊക്കെ തനിക്ക് ഈ അവസരങ്ങളിലൊക്കെ തൻ്റെ ഈ ദൈവികമായ ഈ പരിവേഷമുള്ളത് കൊണ്ട് ആ പരിവേഷത്തെ ദ്യോതിപ്പിക്കുവാൻ കഴിയുന്നു. പ്രതാപാധികോ ബാധകോ ദുർമുഖാനം, തൻ്റെ പ്രതാപത്തിൻ്റെ ആധിക്യം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തൻ്റെ നല്ല പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് എന്ത് ചെയ്യാം, തൻ്റെ ഒരു ആ പ്രൗഡ്നെസ്, അഭിമാനം, ഗ്രഹം നീചസ്ഥനാണെങ്കിലും 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ കഴിയുന്നു. ദുർമുഖന്മാരെ എന്തു ചെയ്യുന്നു, തൻ്റെ വശത്താക്കാൻ കഴിയുന്നു. അതിനാൽ പലപ്പോഴും കലഹിക്കുന്നവരെ ഒക്കെ തൻ്റെ നയത്തിലൂടെ, നയചാതുര്യത്തിലൂടെ തൻ്റെ വശത്താക്കാൻ കഴിയും. ഗ്രഹം നീചസ്ഥനായതുകൊണ്ട് ഒരുപക്ഷെ ഇനി പരിമിതി ഉണ്ടാകാം. എങ്കിലും ബ്രോക്കർമാർ അല്ലെങ്കിൽ മിഡിൽമാൻ ദൗത്യം നിർവഹിക്കുന്നവർക്കൊക്കെ തന്നെ ഈ ഒരു സമയം ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ സംഭവിച്ച് ചേരുന്നതാണ്. അതിനായി ശ്രമിക്കണമെന്ന് മാത്രം. ഇവിടെയും വഴിപാടുകൾ നരസിംഹക്ഷേത്രത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അതൊക്കെ ചെയ്ത് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന മന്ത്രം ജപിച്ചാൽ വളരെയധികം അനുകൂലമായ സ്ഥിതി സംജാതമാകുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ഒരു ശോഭനമായ ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവർ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ഈ ഒരു ബുധൻ്റെ ചാരവശാലുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ചിങ്ങം രാശി എന്നാൽ മകംപുരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകും. ഇവിടെ ചിങ്ങക്കൂറുകാർക്ക് അല്ലെങ്കിൽ ചിങ്ങൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. വളരെയധികം ശ്രദ്ധിക്കണം. 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ബുധനുള്ളത്. ഒന്ന് 2ാം ഭാവാധിപത്യം. എന്താണ് 2ാം ഭാവം? ഭർത്തവ്യം അഖിലം പിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം. താൻ ഭരിക്കപ്പെടേണ്ടുന്ന വ്യക്തികളാണ്, തൻ്റെ ധനമാണ്, തൻ്റെ വാക്കാണ്. ഇതൊക്കെ ചിന്തിക്കണം. വിദ്യാജ വിവിധാപ്യേത സർവം ചിന്യം ദ്വിതീയത. തൻ്റെ വിവിധ രീതിയിലുള്ള വിദ്യകളൊക്കെ ചിന്തിക്കേണ്ടത് 2ാം ഭാവം കൊണ്ടാണ്. അതിനാൽ ഈ ബുധൻ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനപരമായ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ വാഗ്വാദങ്ങൾ ആരുമായിട്ടും പാടില്ല. തനിക്ക് ആവശ്യമുള്ള ഉത്തരവാദിത്തങ്ങൾ മാത്രം ഏറ്റെടുക്കുക. തൻ്റെ കൊക്കിലൊതുങ്ങുന്ന തനിക്ക് ആവശ്യമുള്ള വാക്കുകൾ മാത്രം സംസാരിക്കുക. അനാവശ്യമായ പ്രോമിസസ്, വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കാൻ പാടില്ല. അതിലൂടെ തനിക്ക് പ്രയാസങ്ങളുണ്ടാകും, തൻ്റെ പേര് നഷ്ടപ്പെടും. വളരെ ശ്രദ്ധിക്കുക. ധനമായാലും വാക്കായാലും. പിന്നെ കുടുംബത്തിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകാം. താൻ ഭരിക്കപ്പെടുന്ന വ്യക്തികൾക്ക് രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകാം. അതിലൂടെ തനിക്ക് ധാരാളം സാമ്പത്തികമായ പ്രയാസങ്ങൾ ഈ 90 ദിവസക്കാലം ഉണ്ടാകുന്നതാണ്. പിന്നെ 2ാമത്തെ ബുധൻ്റെ ധർമ്മം 11ാം ഭാവാധിപത്യ കടമയാകുന്നു, ലാഭാധിപനാകുന്നു. പലപ്പോഴും ലാഭം വളരെ പ്രതീക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ തന്നെ ഗുണപരമായ വിഷയങ്ങളില്ല. അഷ്ടമത്തിൽ ബുധൻ നിൽക്കുമ്പോൾ ദേശം വിട്ടു പോകുമെന്ന് ഒരു പ്രമാണം തന്നെയുണ്ട്. ശതഞ്ജീവിനോ രന്ധ്രകേ രാജപുത്രേ ഭവന്തിക ദേശാന്തരേ വിസ്തുതാഹ. അന്യദേശത്ത് പേരും പ്രശസ്തിയും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ യാത്ര ചെയ്യാം, പേരുണ്ടാക്കാം, പ്രശസ്തി ഉണ്ടാക്കാം,
കാശ് കൊടുത്തോ അനാവശ്യമായ വാക്കുകൾ കൊടുത്തോ പേരുണ്ടാക്കേണ്ട, അത് നഷ്ടപ്പെടും. അതിനാൽ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തീരുമാനിച്ച് ചിന്തിച്ചിട്ട് അന്യദേശത്ത് പോയാൽ അതിലൂടെ തനിക്ക് ഗുണം വരും. ആയുസ്സിന് ദീർഘായുസാണ് അഷ്ടമത്തിൽ ബുധൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശ്രുത ഗുണാഹ എന്നാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഗുണങ്ങളാൽ തന്നെ അംഗീകരിക്കപ്പെടും അഷ്ടമത്തിൽ ബുധൻ നിൽക്കുമ്പോൾ. അത് നീചസ്ഥനായതുകൊണ്ടാണ് നാം വളരെ കെയർഫുൾ ആവണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. തൻ്റെ രാജാവിനുടെ അധികാരിയിൽ തനിക്ക് ആവശ്യത്തിന് സീറ്റ് കിട്ടും, അവസരം ലഭിക്കും, അദ്ദേഹം തന്നെ പുകഴ്ത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തൻ്റെ ഈ ബുദ്ധി, ടാലൻറ്റ്, കൗശലം നല്ല വിഷയങ്ങൾക്കായി നിങ്ങൾ ഉപയോഗിക്കുക. അതിലൂടെ നല്ല നന്മകൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യപ്പെടുന്നതാണ്. ഇവിടെ നരസിംഹക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം അപ്രകാരം തന്നെ പാനക വഴിപാടായി സമർപ്പിക്കുക. സുദർശന പുഷ്പാഞ്ജലി ചെയ്യുന്നതും ശത്രുദോഷ വിഷയത്തിന് വളരെയധികം പരിഹാരമാണ്. യാത്രയിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടും, ഒരു സംശയവുമില്ല ചിങ്ങൻ രാശിക്കാർക്ക്. അതിനാൽ തൻ്റെ രേഖകളെപ്പറ്റി പൂർണ്ണമായ ധാരണ നല്ല സ്ഥലത്ത് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ചില വിലപ്പെട്ട രേഖകൾ മാത്രമല്ല, കാശ്, പേഴ്സ് ഇതൊക്കെ കളഞ്ഞു പോകും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കന്നിരാശിക്കാരുടെ ഈ ഒരു 90 ദിവസങ്ങളോളം വരുന്ന ബുധൻ്റെ നീചരാശിയിലേക്കുള്ള സ്ഥിതിയും ശുഭാശുഭ ഫലങ്ങളുമാണ്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കന്നിരാശിക്കാർക്ക് രാശിധിപനായ ഗ്രഹം ആ ഭാവത്തിലേക്ക് നോക്കുന്നു. ഒരു ഗ്രഹം എത്ര ദുർബലമായാലും ആ ഗ്രഹം ആ ഭാവത്തിലേക്ക് നോക്കിയാൽ അത് രാജയോഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനാൽ ബുധൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് പലപ്പോഴും കന്നിരാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങളെ ചെയ്യും. അവരുടെ കർമ്മ വിഷയം കൂടി ചിന്തിക്കേണ്ടുന്ന രാശിയാകുന്നു. കന്നിരാശിക്കാരുടെ 10ാം ഭാവം കർമ്മഭാവം മിഥുനമാകുന്നു. ആ മിഥുനൻ രാശിയുടെ ആധിപത്യവും ബുധനുണ്ട്. ആ ബുധൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്, 7ാം ഭാവത്തിലാണ്. 7ാം ഭാവത്തിലൊരു ഗ്രഹം നിൽക്കുമ്പോൾ യാത്ര വളരെ അനുകൂലമായി വരുന്നു. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. വിവാഹ മദനാലോക ഭാര്യാഭർത്ത് സമാഗമ ശയ്യ സ്ത്രീസത്മ നഷ്ടാർത്ഥ മൈഥുനാനബി സപ്തമാത്. ദാമ്പത്യങ്ങൾ, മൈഥുന വിഷയങ്ങൾ, വിദേശത്തുള്ള സുഹൃത്ത്, തൻ്റെ നഷ്ടപ്പെടുന്ന കാശ്, തൻ്റെ പോക്ക് വരവ്, ഇതൊക്കെ 7ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. ഈ ഭാവങ്ങൾക്കൊക്കെ തന്നെ ബുധൻ നീചസ്ഥനാണെങ്കിലും ബുധൻ ശുഭഗ്രഹമാണ്, തൻ്റെ ഭാവത്തിലേക്ക് നോക്കുന്നു. ഇതുകൊണ്ട് വളരെ അനുകൂലമായ ഫലങ്ങൾ, പുതിയ യാത്രകൾ ഉണ്ടാകുന്നു, പുതിയ വ്യാപാര ബന്ധങ്ങൾക്ക് അനുകൂലമാണ്. അതിനുമപ്പുറം ശ്രദ്ധിക്കുക, വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. ആ വിവാഹ തീരുമാനത്തിലൂടെ അതിനുവേണ്ടി ഉത്സാഹിച്ചാൽ ഈ ബുധൻ്റെ നീചസ്ഥിതിയൊക്കെ കഴിയുമ്പോൾ വളരെ അനുകൂലമായി കന്നിരാശിക്കാർക്ക് നല്ല ഫലപ്രാപ്തി സംജാതമാകുന്ന മാസങ്ങളാണ് മുന്നിലുള്ളത്. ഇവിടെയും പ്രാർത്ഥനകൾ മറ്റെല്ലാ രാശിക്കാരെ പോലെ തന്നെയും ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന ചെയ്യുക. കർമ്മമേഖലയിൽ ചില തടസ്സങ്ങളുണ്ടാകാം, ശത്രുക്കളുണ്ടാകാം. അതിനാൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടായി ചെയ്യുന്നത് കന്നിരാശികർക്ക് വളരെയധികം അഭികാമ്യമാണ്. എല്ലാ പ്രിയപ്പെട്ട കന്നിരാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.